ഇന്ന് കടലക്കറി പൂരിയാണ് ഇന്നത്തെ ഇത്. അതിന് വേണ്ടിയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നമുക്ക് കടലക്കറി. ഇത് വളരെ തേങ്ങ അരയ്ക്കേണ്ട, വറക്കണ്ട, ഒന്നും വേണ്ട. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഈസിയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളൊക്കെ പണ്ടൊക്കെ വെച്ചുകൊണ്ടിരുന്നത് വളരെ തേങ്ങയൊക്കെ നേരിയതായി ചിരകി എടുത്ത് അത് വറുത്ത് പിടിച്ച് ഇതൊക്കെയാണ് ഞങ്ങളെ ചെറുതിലൊക്കെ കടലക്കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതനുസരിച്ച് പുതിയ പുതിയ ഇതൊക്കെ വന്നു, പരീക്ഷണങ്ങൾ നടത്തി അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും കടലക്കറിയൊക്കെ ഇപ്പോൾ പല വിധത്തിലും ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കുന്ന കടലക്കറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. അതിന് വേണ്ടിയിട്ട് ഒരു 3 ഉള്ളി എടുത്തിട്ടുണ്ട്, 2 തക്കാളി, 2 പച്ചമുളക്, ഒരു 4 അല്ലി വെളുത്തുള്ളി. ഉള്ളി നീളത്തിൽ എരിഞ്ഞിട്ട് നമുക്ക് നമ്മൾ ഏത് പാത്രത്തിലാണോ കറി വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിൽ, ഞാനിവിടെ ഒരു ചെറിയ കുക്കർ എടുത്തിട്ടുണ്ട്. ആ കുക്കറിൽ ചെറിയ കുക്കറാണ്, അതിനകത്ത് കടലക്കറി വെക്കാനായിട്ട് പറ്റിയൊരു കുക്കറാണ്, കുഞ്ഞിതാണ്. അതുകൊണ്ട് അതിനകത്ത് തന്നെ ഉള്ളി ഞാൻ വഴറ്റുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഞാനത് നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു ഇച്ചിരി വഴന്ന് വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയൊക്കെ ഞാൻ വീട്ടിൽ തന്നെ പൊടിക്കുന്നതാണ്, പുറമേ നിന്നുള്ള ഒരു മസാലകളും ഇതിൽ നിന്ന് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ വീട്ടിൽ തന്നെ പൊടിക്കുന്ന മഞ്ഞൾപ്പൊടിയാണ്. അതിൻ്റെ കൂടെ മല്ലിപ്പൊടി 1 സ്പൂൺ ഇട്ട് കൊടുക്കുക, മുളക് പൊടി 1 സ്പൂൺ ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഇതൊന്ന് പച്ചമണം മാറുന്നിടം വരെ ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. വെളുത്തുള്ളി അല്ലി ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടാം അതിനകത്ത്. വെളുത്തുള്ളി പൊളിച്ചതില്ലെങ്കിൽ വീട്ടിൽ പേസ്റ്റ് ഉണ്ടെങ്കിൽ പേസ്റ്റ് ഇടാം. ഞാൻ വെളുത്തുള്ളിക്ക് പകരം വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ടേക്കുന്നത്. 1 സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഈ ഇളക്കി എടുത്തതിന് ഞാൻ കുറച്ച് അപ്പുറത്തോട്ട് ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ചൊരു 1/4 ഭാഗം അപ്പുറം മാറ്റി വെച്ച് ബാക്കിയുള്ളത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടു. എന്തിനാണെന്ന് വെച്ചാൽ ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് നല്ലപോലെ അരച്ച് പേസ്റ്റാക്കി എടുക്കണം. എന്ന് വെച്ചാൽ ഈ മിക്സിയിലിട്ട് ഇതിങ്ങനെ ഈ ഉള്ളി നല്ലപോലെ അരച്ച് പേസ്റ്റാക്കി ഇടുമ്പോൾ തന്നെ കറിക്ക് നല്ല കൊഴുപ്പ് വരും. അതിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ ഇപ്പോൾ കടല വേവിക്കാൻ വെച്ച് നമ്മൾ ഉള്ളിക്ക് ഓൾറെഡി ഉപ്പിട്ടിട്ടുള്ളത് കൊണ്ട് വളരെ കുറച്ച് ഉപ്പ് ഇടേണ്ടതുള്ളൂ. ഉപ്പ് നോക്കിയിട്ടിട്ടാൽ മതി. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഉള്ളിക്ക് ഉപ്പുണ്ട്, അതും കൂടെ ചേർക്കുമ്പോൾ ഉപ്പ് കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് നോക്കിയിട്ട് മാത്രമേ കടല ഇടുമ്പോൾ ഉപ്പിടാവുള്ളൂ. ഇത് കടലയും വെന്തതിന് ശേഷം അതിൽ നിന്ന് 1 സ്പൂൺ കടല എടുത്ത് നമ്മൾ നേരത്തെ അരയ്ക്കാനായിട്ട് വെച്ചേക്കുന്ന മസാലയിലോട്ട് ചേർത്തിട്ട് മിക്സിയിലിട്ട് നല്ലപോലെ പേസ്റ്റാക്കി അരയ്ക്കുക. അരച്ചെടുത്തിട്ട് ഇതിനകത്തോട്ട് ചേർക്കുക. ഇതിനകത്തോട്ട് ചേർക്കുമ്പോൾ ഇതെന്ന് വെച്ചാൽ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും. നമുക്കത് തേങ്ങ അരയ്ക്കേണ്ട, ഒന്നും അരയ്ക്കേണ്ട, ഈസിയിൽ ആയി കിട്ടുന്ന ഒരു കറിയാണ് ഇത്. എളുപ്പത്തിൽ നമുക്ക് പണിയാകും. അമ്മമാർക്കൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ രാവിലെ കുട്ടികൾ കോളേജിൽ പോകുന്ന, സ്കൂളിൽ പോകുന്ന, ജോലി പോകുന്ന, അച്ഛന്മാർ ജോലിക്ക് പോകുന്ന, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ഉള്ള ഒരു സൊല്യൂഷനാണ്. കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ വറക്കണം, അതിൻ്റെ കൂടെ അത് അരയ്ക്കണം, പിടിക്കണം, ഇതൊന്നുമില്ല. അത് വെറും മസാല മാത്രമേ ഉണ്ടാവും, ഉള്ളിയും തക്കാളിയും വഴറ്റിയത് മാത്രമേ ഉണ്ടാവും. അതിട്ടിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുത്താൽ നമുക്ക് വേഗത്തിൽ തന്നെ കടലക്കറി റെഡിയാവും. അങ്ങനെ എൻ്റെ കടലക്കറി അടുപ്പത്തിരുന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അതിനകത്തോട്ട് 2 കറിവേപ്പില ഇട്ടിട്ടുണ്ട്. കറിവേപ്പില ആണെങ്കിൽ ഇങ്ങനെ ഇടാം, അല്ലെങ്കിൽ നമ്മൾ കടുക് പൊട്ടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ടാലും മതി. അതിന് ശേഷം നല്ലപോലെ കടുക് പൊട്ടിച്ച് നമുക്ക് കടലക്കറി നല്ലപോലെ ഇളക്കി വാങ്ങി വെക്കാം. ഞാൻ ഈ കടലക്കറീൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് പൂരിയാണ് ഉണ്ടാക്കുന്നത്. പൂരിയൊക്കെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടലക്കറിക്ക് ബെസ്റ്റ് സംഗതിയാണ്. കുട്ടികൾക്കും ഇഷ്ടമാകും, എല്ലാവർക്കും ഇഷ്ടമാകും. പൂരിയൊന്നും ദിവസം ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന സാധനമല്ല, ഓയിലല്ലേ. നമുക്ക് കൊളസ്ട്രോള്, BP, ഷുഗർ എന്തൊക്കെയുണ്ട് എല്ലാം കൂടും. എണ്ണ കൂട്ടിയ ഇതെല്ലാം കൂടുന്നതായതുകൊണ്ട് നമുക്ക് ആഴ്ചയ്ക്ക് ഒരിക്കലും അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴും ഒരു പൂരി ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ പൂരി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് പൂരിയും കടലക്കറി ആയതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അല്ലെങ്കിൽ ദിവസം ദോശയും ഇഡ്ഡലിയും ഒക്കെ തിന്നുമ്പോൾ എല്ലാവർക്കും ദിവസം ഇത് തന്നെ എന്നുള്ളൊരു ഭാവമായിരുന്നു. ഏതായാലും അങ്ങനെ എൻ്റെ എല്ലാ കറികളും റെഡി ആയിട്ടുണ്ട്, കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയേക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്, വളരെ എളുപ്പത്തിൽ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയുമായി 2 ദിവസം കഴിഞ്ഞ് വരാം. ബായ്.